ഹായ്, എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ പുഡിംഗ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പുഡിങ്ങിനായിട്ട് ചൈന ഗ്രാസ് ആണ് വേണ്ടത്. ഞാനിവിടെ 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. സാധാരണ ഇതുപോലൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അതിനകത്തുനിന്നൊരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് അങ്ങനെ അളന്നൊന്നും എടുക്കണമെന്നില്ല. കുറച്ച് കൂടുതലോ കുറവൊക്കെ ആയാലും കുഴപ്പമില്ല. ഏകദേശം 5 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചൈന ഗ്രാസ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്ത് അല്ലെ ഉരുക്കിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് പെട്ടെന്ന് ഉരുക്കി കിട്ടാനായിട്ട് കുറച്ച് സമയം ഇതൊന്ന് കുതിർത്ത് വെക്കണം. വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം ഉരുക്കിയെടുക്കാൻ. അതിന് മുന്നേ ചൈന ഗ്രാസ് നിങ്ങൾ കവർ പൊട്ടിച്ചെടുത്ത ഉടനെ ജസ്റ്റ് വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് കഴുകിയെടുക്കുക. പുറമേ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകാനായിട്ടാണ്. അപ്പോൾ ഞാനിത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ആണ് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നല്ലതായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഞാനൊരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുവാണ്. ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. പല ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ പുഡിങ്ങിന് വാനില ഫ്ലേവറാണ് നല്ലത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് പാലൊഴിക്കാം. ചൂട് പാലൊഴിക്കരുത് കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത പാലായാലും അതല്ല സാധാരണ ടെമ്പറേച്ചറിലുള്ള പാലായാലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡറിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് ബട്ടർ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു 100 ഗ്രാം ബട്ടർ വേണം. ഇതുപോലെ ചെറിയൊരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇത് കറക്റ്റ് 100 ഗ്രാം ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബട്ടർ ആണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റണം. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. ഞാനിവിടെ ഒരു 1/2 ലിറ്ററിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ള് നിങ്ങൾ ചേർക്കണമെന്നില്ല, മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഒരു 1/4 കപ്പൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ കൂടുതൽ ചേർക്കാം. പിന്നെ കുറച്ച് വാനില എസൻസ് വേണം. പിന്നെ ഇതുപോലെ 2 പീസ് ബ്രെഡ് വേണം. ബ്രെഡിൻ്റെ സൈഡിലുള്ള ഒരു ബ്രൗൺ കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പുഡിങ്ങിന് ആ ഒരു ബ്രൗൺ കളർ വരാതിരിക്കാനാണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര നിർബന്ധമില്ല. ആദ്യം നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിയുമ്പം മധുരം പിന്നെയും കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. മധുരം പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിതെല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടേ പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ചൈന ഗ്രാസ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച ആ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. ആ വലിയ വലിയ പീസുകളെല്ലാം വെള്ളത്തിലോട്ടങ്ങ് അലിഞ്ഞോളും. ഫുള്ള് നല്ലതായിട്ടങ്ങ് അലിയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചെറിയ ചെറിയ തരികളൊക്കെ അതിനകത്ത് കിടപ്പുണ്ടാവും. അത് കുഴപ്പമില്ല. അങ്ങനെ കിടന്നാലും പുഡിങ് സെറ്റായി കിട്ടും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചൈന ഗ്രാസ് നിങ്ങൾ ഉരുക്കി കഴിഞ്ഞിട്ട് ഒത്തിരി സമയം അത് തണുക്കാനായിട്ട് വെക്കരുത്. പുഡിങ്ങിൻ്റെ ആ മിക്സിലോട്ട് ചേർക്കുന്ന സമയത്ത് അതിന് ചെറിയ ചൂടുണ്ടാവണം. ആ തണുത്ത് കഴിഞ്ഞ് ചൈന ഗ്രാസ് പുഡിങ്ങിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് സെറ്റായി കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ചൈന ഗ്രാസ് ഉരുക്കി കഴിഞ്ഞിട്ട് വേറൊരു ബർണറിലോട്ട് മാറ്റി വയ്ക്കുക. ഏറ്റവും ചെറിയ തീയിൽ അത് അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ അവിടെ ഇരിക്കും. പിന്നെ നിങ്ങൾ പാലൊക്കെ തിളപ്പിച്ച് പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയാക്കി കഴിയുമ്പോൾ ആ ചെറിയ ചൂടുള്ള ചൈന ഗ്രാസ് വേണം അതിനകത്തോട്ട് ചേർക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് അതിനകത്ത് മെൽറ്റ് ആവാൻ തുടങ്ങി, വെള്ളത്തിൽ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് അലിഞ്ഞു വരണം. അപ്പോൾ ചൈന ഗ്രാസ് ഏകദേശം ആ വെള്ളത്തിലങ്ങ് അലിഞ്ഞിട്ടുണ്ട്. കുറച്ച് തരികളൊക്കെ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഇത് ഞാനിനി മാറ്റി വേറൊരു ബർണറിലോട്ട് വെക്കാൻ പോവാണ്. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ അതവിടെ ഇരിക്കും. ഇനി ഉടനെ തന്നെ വേറൊരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിക്കാം. 2 കപ്പ് എന്ന് വെച്ചാൽ 1/2 ലിറ്റർ പാലാണ്. നിങ്ങൾ ചൈന ഗ്രാസ് ഉരുക്കി മാറ്റി വെച്ച് ഉടനെ തന്നെ ഇതും ചെയ്യണം കേട്ടോ. ഒത്തിരി സമയം വെയിറ്റ് ചെയ്യരുത്, അപ്പം തന്നെ ചെയ്യണം. അപ്പോൾ ഈ പാലിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് ശേഷമാണ് ബാക്കി സാധനങ്ങൾ ഇതിനകത്തോട്ട് ചേർക്കേണ്ടത്. പാൽ ദേ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് നോക്കുമ്പം മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ബാക്കിയും കൂടി ചേർത്താൽ മതി. പുഡിങ്ങൊക്കെ ആകുമ്പം കുറച്ച് മധുരം വേണമല്ലോ. ഞാൻ ബാക്കിയിരുന്ന കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കേട്ടോ. കുറച്ച് മധുരം കുറവായിരുന്നു. പുഡിങ് നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ പിന്നെയും കുറച്ച് മധുരം കുറയുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട്
അത്യാവശ്യം മധുരം ചേർത്ത് വേണം വയ്ക്കാൻ. അപ്പോൾ ഞാൻ ആ ഒരു കപ്പ് ആ ഒരു ടിന്ന് കണ്ടൻസ് മിൽക്കും ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തുനിന്ന് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. നമ്മൾ എടുത്തു വെച്ച 100 ഗ്രാം ബട്ടർ ചേർക്കാം. ബട്ടർ പുഡിംഗ് ആണ്, അപ്പോൾ ബട്ടറിൻ്റെ നല്ല ടേസ്റ്റ് വേണം. ബട്ടർ എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്, കാരണം പെട്ടെന്ന് പാലിലോട്ടങ്ങ് അലിഞ്ഞ് കിട്ടും. ചൂട് പാലാണല്ലോ. നല്ല ഐസ് പോലെ ഇരിക്കുന്ന ബട്ടർ ആണെങ്കിൽ കുറച്ച് സമയം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ബട്ടർ സോഫ്റ്റ് ആയിരുന്നാൽ അത്രയും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നല്ലതായിട്ട് അലിഞ്ഞ് വരട്ടെ. ബട്ടർ അതിനകത്ത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. നിങ്ങൾക്കറിയാമല്ലോ, കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് കുറുകാൻ തുടങ്ങും. പക്ഷേ ഇത് ഒത്തിരി കുറുകി പോകാൻ പാടില്ല. ആ പാല് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയാൽ മതി. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇപ്പോൾ ദേ പാല് ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഇത്രയും ആയാൽ മതി. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ നന്നായി കുറച്ച് വയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കസ്റ്റാർഡ് പൗഡർ പിന്നെ അങ്ങ് കുറുകിപ്പോവും. ഉടനെ തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ചൈന ഗ്രാസും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളയ്ക്കണ്ട കേട്ടോ, ഇത് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, തിളയ്ക്കരുത്. നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്തിരിക്കുന്ന കാരണം ചൈന ഗ്രാസ് ചേർത്തിട്ട് പിന്നെ കുറേ സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ തീയിൽ തന്നെ ഇട്ട് പെട്ടെന്ന് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞു. കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുവാണ്. ഞാനൊരു 2 തവണയായിട്ട് ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ആ ബ്രെഡിൻ്റെ പീസുകളെല്ലാം നല്ലതായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി നിങ്ങൾ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം എടുത്തിട്ട് അതിൻ്റെ താഴെയും സൈഡിലും കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് വെക്കുക. ജസ്റ്റ് ആ പുഡിംഗ് പെട്ടെന്ന് ഇളകി വരാനായിട്ടാണ് അങ്ങനെ തേക്കുന്നത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ പുഡിങ്ങിൻ്റെ കൂട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരഞ്ഞു കിട്ടണം. ഇനി ബാക്കി കുറച്ചും കൂടി ഇരിപ്പുണ്ടല്ലോ, അതും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി. ഇപ്പോഴും ഇതിന് ചെറിയ ചൂടുണ്ട്. അത് മാറിക്കഴിയുമ്പം നല്ലതായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കവർ വെച്ച് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നല്ല തണുത്ത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ചൈന ഗ്രാസ് ചേർത്തിരിക്കുന്ന കാരണം പുറത്തിരിക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് സെറ്റാവും. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ചൊന്ന് സെറ്റായി കിട്ടും. പിന്നെ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലും കൂടി വെച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് സെറ്റായി കിട്ടും. ഫ്രീസറിൽ വെക്കരുത്. അപ്പോൾ ദേ പുഡിങ് ഞാൻ വെച്ചിട്ടൊരു 4 മണിക്കൂറായി. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? ഓക്കെ, ഞാൻ വല്ലപ്പോഴുമാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റായി ഇരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 4-5 ബിസ്ക്കറ്റ്, മാരി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി മധുരം ഇല്ലാത്ത ബിസ്ക്കറ്റാണ് നല്ലത് കേട്ടോ, കാരണം പുഡിങ്ങിൻ്റെ മധുരവും പിന്നെ ഇതും കൂടെ ആകുമ്പോൾ ചിലപ്പം ഒത്തിരി കൂടിപ്പോകാൻ പാടില്ല. ഈ ബിസ്ക്കറ്റ് ചേർക്കുന്നതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ബട്ടർ പുഡിങ്ങും ബിസ്ക്കറ്റും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഫുള്ള് കവർ ചെയ്തങ്ങ് ഇട്ടാൽ മതി. ഇനി ഒരു ഭംഗിക്കായിട്ട് ഞാൻ കുറച്ച് ചെറിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഓപ്ഷണലാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അതെ, നല്ല അടിപൊളി ബട്ടർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെ നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചൈന ഗ്രാസ് ചേർത്തിരിക്കുന്നെങ്കിലും ഇതൊരു ജെല്ലി ടൈപ്പിലുള്ള പുഡിംഗ് അല്ല, കുറച്ച് ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്.
അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.